ഞാനിപ്പോൾ നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പഞ്ചായത്തിലെ കളിയാട്ടുമുക്ക് മേഖലയിലാണ് അത്യപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മേഖലയിലെ വീട്ടിലെ ഒരു പെൺകുട്ടിയടക്കം ഒരു പെൺകുട്ടിക്കാണ് ഇപ്പോൾ നിലവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഈ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സ് പറയുന്നത് ഇതിന് മരുന്ന് ലഭിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കളിയാട്ടുമുക്കിലെ പാറക്കൽ കടവിൽ പുഴയിൽ വെച്ചായിരുന്നു ഈ കുട്ടികളടങ്ങുന്ന 4 സംഘം അവധിക്കാലമായതിനാൽ കുളിക്കാനായി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇവിടെ എത്തിയത്. തുടർന്ന് ഇവിടെ നിന്നും കുളിച്ചതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചുപോയി. തൊട്ടടുത്ത ദിവസം മുതൽ ഇവർക്ക് പല രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നത്. പിന്നീട് ഇവിടെയുള്ള പല കേന്ദ്രങ്ങളിലായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ തേടുകയായിരുന്നു. പിന്നീട് അത്തരമൊരു സാഹചര്യങ്ങളിലൊന്നും തന്നെ ഈ ഒരു ശാരീരിക അസുഖങ്ങളും പനിയും ജലദോഷം ഉൾപ്പെടെയുള്ള രോഗം മാറാത്തതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. എന്തായാലും അവിടെയുള്ള വിദഗ്ധ ഡോക്ടേഴ്സ് സംഘത്തിൻ്റെ ഒരു പരിശോധനയിലാണ് ഇപ്പോൾ അത്യപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് വെള്ളത്തിലൂടെ പടരുന്ന ഒരു അപൂർവ രോഗമാണ്. മരുന്ന് ഇല്ലാത്തൊരു സാഹചര്യം ഈ ഒരു രോഗത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു മേഖലയിലെ നാട്ടുകാർ ജനപ്രതിനിധികളൊക്കെ തന്നെ നമ്മളോട് ചേരുന്നുണ്ട്. ഈ ഒരു രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലാ ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഈ മേഖലയിൽ കൃത്യമായൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂന്നിയൂർ പഞ്ചായത്ത് വീടുകൾ കയറി തന്നെ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. പഞ്ചായത്തിലൂടെ ഒഴുകുന്ന ഒരു പുഴക്കടവിലും കുളിക്കാനിറങ്ങരുതെന്ന പ്രത്യേകമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമീപകാലത്ത് ഈ ഒരു പുഴയിൽ കുളിച്ച് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ആശുപത്രിയെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ കേന്ദ്രങ്ങളെ ബന്ധപ്പെടണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മൂന്നിയൂർ പഞ്ചായത്തിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് കൗൺസിലർ കൂടിയായ ശ്രീ മുനീർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ഈ ഒരു പുഴയിലായിരുന്നു ആ കുട്ടികൾ കുളിച്ചിരുന്നതല്ലേ? തീർച്ചയായിട്ടും ഈ പുഴയിൽ ഒരു 10 ദിവസം മുതൽ ഒരാഴ്ച മുമ്പാണ് അവർ കുളിച്ചത്. കുളിച്ചു കഴിഞ്ഞ 10-ാം തീയതിയാണ് അവർക്ക് ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. പനിയും ജലദോഷവും ഒക്കെയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടർ പിന്നെ 2 ദിവസത്തെ മരുന്ന് കൊടുത്തു, സാധാരണഗതിയിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്ന്. അതുകൊണ്ട് ഭേദമാകാത്തതുകൊണ്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുകയും അവർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ഉണ്ടായത്. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുകയും കൃത്യമായ ടെസ്റ്റിന് വിധേയമാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അസുഖം കണ്ടെത്തിയിട്ടുള്ളത്. അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് ഇപ്പോൾ ഡോക്ടർമാർ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ നാട്ടിൽ 3 വശവും പുഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പുഴയാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് കിണറുകളൊക്കെ വെള്ളമില്ലാതാവുമ്പോൾ കുട്ടികൾ കുളിക്കുവാനും അലക്കുവാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ കാലം വരെ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള എന്തെങ്കിലും ഒരു അസ്വാഭാവികത ഈ പുഴയിൽ കുളിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു അനുഭവമാണ്. ഏതായാലും ഇത് അറിഞ്ഞ ഉടനെ തന്നെ വലിയ മുൻകരുതലുകൾ പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും കൂട്ടായ പരിശ്രമത്തിലൂടെ എടുത്തിട്ടുണ്ട്. ഇന്ന് തീർച്ചയായിട്ടും ആരോഗ്യ പ്രവർത്തകർ ഈ ഏരിയകളിൽ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. കിണറുകളിൽ വെള്ളം ക്ലോറിനേഷൻ നടത്തിയിട്ടുണ്ട്. ഈ കടവുകളിൽ ഈ വാർഡിൽ തന്നെ ഏകദേശം 4 കടവുകൾ 5 കടവുകളോളം ഉണ്ട്. ഈ 5 കടവുകളിലും ഒരു നിലക്കും കുട്ടികൾ കുളിക്കരുത്, പുഴയിൽ ഇറങ്ങി ആരും കുളിക്കരുത്, പ്രത്യേകിച്ച് കുട്ടികൾ കുളിക്കരുതെന്നുള്ള ശക്തമായ നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ലക്ഷണമുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ കുളിച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയിൽ കുളിച്ച് പനിയോ ജലദോഷമോ ഒന്നും നെവറാക്കി കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വന്ന് അതിന് ടെസ്റ്റ് എടുക്കണമെന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് കർശനമായി പാലിക്കാനുള്ള നിർദ്ദേശവും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നിലവിൽ കൊടുത്തിട്ടുണ്ട്. പുഴയെ സംബന്ധിച്ച് കടലുണ്ടി പുഴയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ നിറമൊക്കെ തന്നെ ഒരു മറ്റൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് നേരത്തെ അങ്ങ് പറഞ്ഞു. ഒരു പക്ഷേ മുൻപൊന്നും തന്നെ ഇത്തരമൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അല്ല, ഈ വലിയ വരൾച്ചയുള്ള സമയത്താണ് പുഴയിലെ വെള്ളത്തിന് വലിയ മാറ്റം ഉണ്ടാവുക. ഇത്തവണ വലിയ തോതിൽ വെള്ളത്തിന് ഇറക്കം സംഭവിച്ചിട്ടുണ്ട്. വെള്ളം പുഴയിൽ കുറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളത്തിന് കുറച്ച് കളർ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം മുമ്പ് നന്നായി മഴ പെയ്തിരുന്നു. അപ്പോൾ വെള്ളത്തിന് നല്ല പച്ച ഗ്രീൻ കളർ ഇപ്പോൾ വന്നിട്ടുണ്ട്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അന്ന് പുഴയിൽ കുറച്ച് വെള്ളത്തിന് മങ്ങലുണ്ടായിരുന്നു. ഒന്നാമത് നമ്മുടെ ഈ മണ്ണട്ടമ്പാറ അണക്കെട്ടിൽ വെള്ളം തടഞ്ഞു നിർത്തുകയാണ്. വേനലാവുമ്പോൾ ആ ഷട്ടർ താഴ്ത്തും, വെള്ളം ഇവിടെ നിർത്തും. കാരണം കർഷകർക്കും അതുപോലെ തന്നെ വീടുകളിലെ കിണറുകളിലും വെള്ളം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഷട്ടർ ഇട്ട് വെള്ളം ഇവിടെ സംഭരിച്ച് വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വെള്ളത്തിന് ഒഴുക്കില്ല. ഈ ഒരു സന്ദർഭത്തിൽ സ്ഥിരമായി ഇവിടെയുള്ള നാട്ടുകാരെ സംബന്ധിച്ച് അവർ ആശ്രയിക്കുന്ന കുളിക്കടവായൊക്കെ തന്നെ കാണുന്ന ഒരു മേഖലയാണ്. അപ്പോൾ സ്വാഭാവികമായും മറ്റാരെങ്കിലും അത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉള്ളതായിട്ട് അറിഞ്ഞിട്ടുണ്ടോ ഈ കുട്ടികളെ കൂടാതെ? ഇല്ല, ഇതുവരെ അങ്ങനെ ഒരു ലക്ഷണം ഉള്ളതായിട്ട് അറിഞ്ഞിട്ടില്ല. ആരും ഇതുവരെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീർച്ചയായും അത് തന്നെയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കൃത്യമായ ജാഗ്രതാ നടപടികൾ ജില്ലാ ആരോഗ്യ വകുപ്പ് സ്വീകരിക്കുന്നുണ്ട്. അത്യപൂർവ രോഗമായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മലപ്പുറം DMOയും വ്യക്തമാക്കുന്നത്. ഈ ഒരു കുട്ടികൾ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ ഒരു പുഴ നമുക്ക് കാണാം, കടലുണ്ടി പുഴയാണ്.
ഇവിടെ വെച്ചായിരുന്നു കുട്ടികൾ കുളിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പഞ്ചായത്ത്, മൂന്നിയൂർ പഞ്ചായത്തിലെ പഞ്ചായത്ത് അധികാരികൾ ഉൾപ്പെടെ കൃത്യമായി നാട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. ബോധവൽക്കരണം നടത്തി വരികയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് പഞ്ചായത്തും നമ്മളോട് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.